നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ മുൻ ADMK നവീൻ ബാബുവിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് പി ദിവ്യ പരസ്യമായി കൈക്കൂലി ആരോപണം ഉന്നയിച്ച് അപമാനിച്ചു എന്ന ഒരു കാരണമാണ്. ഇതുവരെയും ഈ കേസിൽ പി ദിവ്യ പ്രതിരോധം തീർത്തതും നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ്. അഴിമതി തടയുക എന്ന സതുദ്ദേശത്തോടെയാണ് താൻ അന്ന് ആ വേദിയിൽ അങ്ങനെ സംസാരിച്ചത് എന്നതടക്കമുള്ള പ്രതിരോധമായിരുന്നു പി ദിവ്യ ആവർത്തിച്ചുകൊണ്ടിരുന്നത്. ഫയൽ നീക്കം വൈകിപ്പിച്ചതിനെയാണ് വിമർശിച്ചതെന്നും അഴിമതിക്കെതിരായ സന്ദേശമാണ് നൽകിയതെന്നും സ്ഥാപിക്കാനുമായിരുന്നു പി ദിവ്യയുടെ ശ്രമം. എന്നാൽ നവീൻ ബാബുവിന് പരാതിക്കാരനായ TV പ്രശാന്ത് കൈക്കൂലി നൽകിയതിന് തെളിവില്ല എന്ന കഴിഞ്ഞ ദിവസം വിജിലൻസിന്റെ കണ്ടെത്തൽ കനത്ത തിരിച്ചടിയായി പി ദിവ്യയ്ക്ക് മാറിയിരിക്കുകയാണ്. നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തുവെന്ന പ്രശാന്തിന്റെ മൊഴിക്കപ്പുറം തെളിവുകളില്ലെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. കൈക്കൂലി കൊടുത്തുവെന്ന് തെളിയിക്കുന്ന തെളിവുകൾ നൽകാൻ പ്രശാന്തിനായില്ല. എന്നാൽ നവീൻ ബാബുവിനെ പ്രശാന്ത് ക്വാർട്ടേഴ്സിലെത്തി കണ്ടതിൽ അടക്കമുള്ള തെളിവുകളുണ്ടെന്നും വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തുകയുണ്ടായി. കൈക്കൂലി ആരോപണം തെളിയിക്കാൻ തെളിവില്ലാത്ത സാഹചര്യത്തിൽ ഇത് ദിവ്യക്കെതിരെയുള്ള വജ്രായുധമായി മാറിയിരിക്കുകയാണ്. നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ചതിൽ ഗൂഢാലോചനയില്ല എന്നായിരുന്നു പി ദിവ്യ അന്ന് പോലീസിനോട് പറഞ്ഞത്. പെട്രോൾ പമ്പുമായി ബന്ധമില്ലെന്ന് വ്യക്തമാക്കിയ ദിവ്യ പ്രശാന്തിനെ നേരത്തെ പരിചയമില്ല എന്നതടക്കമുള്ള മൊഴിയാണ് നൽകിയിരുന്നത്. പ്രശാന്തുമായി ഫോൺ വിളികൾ ഉണ്ടായിട്ടില്ല. പ്രശാന്ത് ജില്ലാ പഞ്ചായത്തിന്റെ ഹെൽപ്പ് ഡെസ്കിൽ വന്ന അപേക്ഷകൻ മാത്രമാണെന്നും പി ദിവ്യ പറഞ്ഞു. മാത്രമല്ല പി ദിവ്യ അന്ന് ആ ചടങ്ങിൽ വന്നപ്പോൾ പറഞ്ഞ ചില വാക്കുകളും കൂടി ശ്രദ്ധേയമാവുന്നു. ജീവിതത്തിൽ സത്യസന്ധത എപ്പോഴും പാലിക്കണമെന്നും കണ്ണൂരിൽ നവീൻ ബാബു നടത്തിയതുപോലെയുള്ള പ്രവർത്തനങ്ങളായിരിക്കരുത് അദ്ദേഹം പോകുന്ന സ്ഥലത്ത് നടത്തേണ്ടതെന്നും നിങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ആളുകളെ സഹായിക്കുക. സർക്കാർ സർവീസാണ്. ഒരു നിമിഷം മതി എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ. ആ നിമിഷത്തെക്കുറിച്ച് ഓർത്ത് മാത്രമായിരിക്കണം നമ്മളെല്ലാം പേന പിടിക്കേണ്ടത് എന്ന് മാത്രമാണ് താൻ ഇപ്പോൾ പറയുന്നതെന്നും പി ദിവ്യ അന്നത്തെ ചടങ്ങിൽ പറഞ്ഞതാണ്. ഉപഹാരം സമർപ്പിക്കുന്ന ചടങ്ങിന് മുമ്പ് താൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അതിന് പ്രത്യേക കാരണമുണ്ട്. ആ കാരണം 2 ദിവസം കൊണ്ട് നിങ്ങൾ എല്ലാവരും അറിയുമെന്ന് പറഞ്ഞായിരുന്നു ദിവ്യ വേദി വിട്ടത്. എന്താണ് 2 ദിവസം കൊണ്ട് അറിയാനിരിക്കുന്നത് എന്ന ചോദ്യവും ശക്തമായിരുന്നു. എന്തായാലും ഈ കൈക്കൂലി ആരോപണം, നവീൻ ബാബുവിനെതിരെ ഉന്നയിച്ച കൈക്കൂലി ആരോപണത്തിന് കഴമ്പില്ല, അതിന് തെളിവുകളില്ല എന്നത് ഇരുകൂട്ടർക്കും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. അതേസമയം നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തുവെന്ന പ്രശാന്തിന്റെ മൊഴിക്കപ്പുറം തെളിവില്ല എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. കൈക്കൂലി കൊടുത്തെന്ന വെളിപ്പെടുത്തലിൽ പ്രശാന്തിനെതിരെ കേസെടുക്കാനും വകുപ്പില്ല എന്നും വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. തെളിവ് ഹാജരാക്കാൻ പ്രശാന്തിന് കഴിഞ്ഞിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെൽ SP ആണ് അന്വേഷണം നടത്തിയത്. എന്നാൽ പ്രശാന്തിന്റെ ചില മൊഴികൾ സാധൂകരിക്കുന്ന തെളിവുകളുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വർണം പണയം വെച്ചത് മുതൽ ADMന്റെ ക്വാർട്ടേഴ്സിലേക്ക് എത്തുന്നതുവരെയുള്ള മൊഴികളിൽ തെളിവുകളുണ്ട്. എന്നാൽ ക്വാർട്ടേഴ്സിന് സമീപം എത്തിയ ശേഷം എന്ത് സംഭവിച്ചു എന്നതിന് തെളിവില്ല. ഒക്ടോബർ 5-ന് സ്വർണം പണയം വെച്ചതിന്റെ രസീത് പ്രശാന്തൻ കൈമാറിയിരുന്നു. ഒക്ടോബർ 6-ന് പ്രശാന്തനും നവീൻ ബാബു 4 തവണ ഫോണിൽ സംസാരിച്ചു. ഈ വിളികൾക്കൊടുവിലാണ് പ്രശാന്തൻ നവീൻ ബാബു കൂടിക്കാഴ്ച നടക്കുന്നത്. ഒക്ടോബർ 8-ന് പെട്രോൾ പമ്പിന് NOC കിട്ടി. കൈക്കൂലി കൊടുത്തുന്ന കാര്യം ഒക്ടോബർ 10-നാണ് വിജിലൻസിനെ അറിയിച്ചത്. ഒക്ടോബർ 14-ന് വിജിലൻസ് CI പ്രശാന്തന്റെ മൊഴിയെടുത്തു. അന്ന് വൈകിട്ടായിരുന്നു വിവാദ യാത്രയയപ്പ് യോഗം നടന്നത്. വിജിലൻസ് DYSPക്ക് അന്ന് തന്നെ റിപ്പോർട്ട് നൽകിയതാണ്. പ്രശാന്തിന്റെ മൊഴിയുടെ കാര്യം നവീൻ ബാബുവിന് അറിയില്ലായിരുന്നു. ഒക്ടോബർ 15-നാണ് നവീൻ ബാബുവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും കൈക്കൂലിക്ക് തെളിവില്ല എന്ന് ഇപ്പോൾ വിജിലൻസ് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇത് പി ദിവ്യക്കെതിരെ ഇത് എങ്ങനെ തിരിയും എന്നതടക്കമുള്ള ഒരു കാര്യങ്ങളാണ് ഇനി അറിയാനുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.